തലകുത്തി നിന്നാലും പാലക്കാട് ഉപതിരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് വിജയിക്കാനാകില്ലെന്ന് തറപ്പിച്ചു പറഞ്ഞിരിക്കുകയാണ് കെ മുരളീധരൻ. പാലക്കാടിനെ കുറിച്ച് മിഥ്യാധാരണകൾ ചില മാധ്യമങ്ങൾ വച്ചു പുലർത്തുന്നുണ്ടെന്നും എന്നാൽ ഏത് സ്ഥാനാർത്ഥി മത്സരിച്ചാലും പാലക്കാട് UDF വിജയിക്കുമെന്നുമാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പറയുന്നത്. നഗരസഭയിൽ കിട്ടുന്ന ചെറിയ ലീഡാണ് ബി.ജെ.പിയെ രണ്ടാം സ്ഥാനത്ത് എത്തിക്കുന്നത്. തലകുത്തിയിരുന്നാലും ബി.ജെ.പി ഇവിടെ വിജയിക്കില്ല. ഇടതുപക്ഷം മനസ്സുവെച്ചാൽ വേണമെങ്കിൽ അവർക്ക് രണ്ടാം സ്ഥാനത്തെത്താൻ സാധിക്കും. അല്ലാതെ ഏത് സ്ഥാനാർത്ഥി UDFന് വേണ്ടി ഇറങ്ങിയാലും പാലക്കാട് ഞങ്ങൾ തോൽക്കില്ല. പാലക്കാട് ബി.ജെ.പിയുടെ വോട്ട് വിഹിതം കുറഞ്ഞു. ശ്രീധരന് കിട്ടിയ വോട്ട് കൃഷ്ണകുമാറിന് കിട്ടിയിട്ടില്ല. 3000-ഓളം വോട്ടിനാണ് ഷാഫി പറമ്പിൽ വിജയിച്ചതെങ്കിലും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 9700 വോട്ടിന്റെ ലീഡാണ് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ മാത്രം VK ശ്രീകണ്ഠന്റെ ലീഡ്. അതുകൊണ്ടാണ് പറയുന്നത് പാലക്കാട് UDFന്റെ ഉറച്ച സീറ്റാണെന്ന്. തിരുവനന്തപുരത്ത് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ മേയറുടെ കുറ്റം കൊണ്ട് ബി.ജെ.പിക്ക് വിജയസാധ്യത ഉണ്ടെന്നാണ് CPM പറയുന്നത്. അല്ലാതെ UDF വിജയിക്കുമെന്നല്ല. അവർ ബി.ജെ.പിക്ക് പാലം തുറന്നു കൊടുക്കുകയാണോ? സ്വന്തം പാർട്ടിക്കാർ തന്നെ മേയറെ വിമർശിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ അവരെ കുറിച്ച് പ്രത്യേകം പറയേണ്ടതുണ്ടോ എന്നാണ് മുരളീധരന്റെ ചോദ്യം. തൃശൂർ തിരഞ്ഞെടുപ്പിൽ തുടക്കം മുതൽ ഒടുക്കം വരെ CPM BJP അന്തർധാരയുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ബി.ജെ.പിക്ക് കേരളത്തിൽ നിന്ന് MP ഉണ്ടായതെന്നും മുരളീധരൻ പറയുന്നുണ്ട്. അതേസമയം പാലക്കാട് ഉപതിരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ കോൺഗ്രസിൽ ഇപ്പോഴും ആശയക്കുഴപ്പം നിലനിൽക്കുകയാണ്. സീറ്റിനായി ഹൈക്കമാൻഡിനെ നേരിട്ട് സമീപിച്ചിരിക്കുകയാണ് ചില നേതാക്കൾ. പാലക്കാട് ആദ്യം മുതലേ ഉയർന്നുകേട്ട പേര് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലിന്റേതായിരുന്നു. പാലക്കാട് MLA ആയിരുന്ന ഷാഫി പറമ്പിലിന്റെ അകമഴിഞ്ഞ പിന്തുണയും രാഹുലിനുണ്ട്. 2011 മുതൽ ഷാഫി പറമ്പിലാണ് പാലക്കാട് നിന്ന് വിജയിച്ചു വരുന്നത്. ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഷാഫി പറമ്പിലിന് നീരസമുണ്ടായിരുന്നു. എന്നാൽ പാർട്ടി നേതൃത്വത്തിന്റെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ഷാഫി വടകരയിൽ മത്സരിക്കാം എന്നേറ്റത്. എന്നാൽ വടകരയിൽ വിജയിച്ചാൽ താൻ നിർദ്ദേശിക്കുന്നയാളെ പാലക്കാട് ഉപതിരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കണമെന്ന് ഷാഫി ഉപാധി വെച്ചിരുന്നു. ഇതിന് മുതിർന്ന നേതാക്കൾ വാക്കാൽ അംഗീകാരവും നൽകിയിരുന്നു. അതിനാൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ മാത്രമാണ് ഷാഫി സ്ഥാനാർത്ഥിയായി നിർദ്ദേശിക്കുന്നത്. എന്നാൽ ജില്ലയ്ക്ക് പുറത്തു നിന്നുള്ളയാൾ വേണ്ട എന്ന കർശന നിലപാടിലാണ് DCC. മാത്രമല്ല സീറ്റ് ലക്ഷ്യമിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തുന്ന നീക്കങ്ങളിലും പാലക്കാട്ടെ കോൺഗ്രസ് നേതൃത്വം അതൃപ്തിയിലാണ്. കഴിഞ്ഞ തവണ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിലാണ് മെട്രോമാൻ E ശ്രീധരനെ തോൽപ്പിച്ച് ഷാഫി ഹാട്രിക് വിജയം സ്വന്തമാക്കിയത്. 3859 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് ഷാഫി കഴിഞ്ഞ തവണ വിജയിച്ചത്. കഴിഞ്ഞ 2 തിരഞ്ഞെടുപ്പിലും ബി.ജെ.പി രണ്ടാം സ്ഥാനത്ത് വന്ന മണ്ഡലമാണ് പാലക്കാട്. അതിനാൽ തന്നെ ഉപതിരഞ്ഞെടുപ്പിൽ എല്ലാവരുടെയും ശ്രദ്ധാകേന്ദ്രം പാലക്കാടായിരിക്കും.